നമസ്കാരം. പ്രധാന വാർത്തകൾ. പിറവത്ത് UDFിന് അനൂപ് ജേക്കബ് വിജയിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പെൻഷൻ പ്രായം ഉയർത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇടതുപക്ഷ യുവജന സംഘടനകൾ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ ഉപരോധിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ നേതൃത്വം നൽകിയ പ്രചരണ ജാഥ തൊടുപുഴയിൽ സമാപിച്ചു. മങ്കൊമ്പിൽ വെള്ളാള മഹാസഭ അംഗങ്ങളെ ആക്രമിച്ച് കള്ളക്കേസിൽ കുടുക്കിയതായി ആരോപണം. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് വത്സമ്മ എബ്രഹാം അവതരിപ്പിച്ചു. ടൂറിസത്തിന് മുൻഗണന. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കർഷക ദ്രോഹം അവസാനിപ്പിക്കണമെന്ന് കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി മാത്യു വർഗീസ്. വാർത്തകൾ വിശദമായി. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് വിജയിച്ചു. 12,070 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDFിലെ MJ ജേക്കബിനെ പരാജയപ്പെടുത്തിയത്. UDF പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് പിറവത്തെ ജനങ്ങൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ നൽകിയതെന്ന് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അനൂപ് ജേക്കബിനും അഭിവാദ്യം അർപ്പിച്ച് ടൗണിൽ പ്രകടനം നടത്തി. പ്രകടനത്തിന് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേൽ, ജിയോ മാത്യു, ചാർലി ആന്റണി, VE താജുദ്ദീൻ, CS മഹേഷ്, നിയാസ് കൂരാപ്പള്ളി, PR രാജേഷ് ബാബു, പ്രമോദ് പുളിങ്കുഴ, അക്ബർ TL, മനോജ് നോംബ്രയിൽ, KH ഷാജി, NK ബിനുമോൻ, ശിവദാസ് ET, ദിലീപ് ഇളയിടം, സാം തെക്കയിൽ, ഹൈസൻ, അജ്മൽ മുഹമ്മദ്, സുബിൽ തോമസ്, സിനോസ്, അനൂപ്, അനീഷ് കുര്യൻ, ജെബിൻ പുറപ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവത്തിനോട് അനുബന്ധിച്ച് തൊടുപുഴയിൽ മാധ്യമ സെമിനാർ നടന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. വർത്തമാനകാലത്തിൽ മാധ്യമങ്ങളുടെ ഇടപെടൽ എന്ന വിഷയം നൽകുമ്പോൾ മാധ്യമങ്ങൾ ഇതല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യവും ഉണ്ടാകും. പക്ഷെ നമുക്കറിയാം, മാധ്യമങ്ങളുടെ ദൗത്യം, മാധ്യമങ്ങളുടെ ചുമതല തന്നെ. ജോർജ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ജോർജ് പുളിക്കൽ, SD സതീശൻ നായർ, സ്റ്റീഫൻ അരീക്കര, ജോസഫ് മൂലാശ്ശേരി, KM ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. പെൻഷൻ പ്രായം ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ യുവജന സംഘടനകൾ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ ഉപരോധിച്ചു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ജെയ്സൺ ജോസ് ഉദ്ഘാടനം ചെയ്തു. രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ നിയമസഭയിലെ പെൻഷൻ പ്രായം 55 നിന്നും 56 ഉയർത്തുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ പ്രതികരിക്കുന്ന യുവജന സംഘടനകൾ അല്ലെങ്കിൽ പ്രതിബദ്ധതയുള്ള യുവജന സംഘടനകളുടെ സമരവുമായിട്ട് രംഗത്ത് ആ സമയം തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. നിയമസഭയ്ക്കുള്ളിലാണെങ്കിൽ പ്രതിപക്ഷ MLA-മാര് ഒന്നടക്കം. DYFI ജില്ലാ പ്രസിഡന്റ് നിഷാന്ത് V ചന്ദ്രൻ, പ്രിൻസ് മാത്യു, ഷിബു K തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. പാലാ റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് TK സുദേശ് കുമാർ, KM സലാം, N സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. KMSRA ഇടുക്കി ജില്ലാ സമ്മേളനം CIDU ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവരുടെ സേവന വേതന വ്യവസ്ഥകൾക്ക് വേണ്ടിയുള്ള
പ്രവർത്തനങ്ങളാണ് പ്രധാനമായും സംഘടിപ്പിക്കുന്നത് എങ്കിൽ പോലും അതോടൊപ്പം തന്നെ തൊഴിലാളികളെ ഒരു സാമൂഹ്യ മാറ്റത്തിന് ഉപകരിക്കുന്നവരാണ് തൊഴിലാളികൾ. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഇടുക്കി ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPI നടത്തിയ പ്രചരണ ജാഥ തൊടുപുഴയിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ PK പുരുഷോത്തമൻ നായർ അധ്യക്ഷത വഹിച്ചു. യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് CPI സംസ്ഥാന കൗൺസിൽ അംഗം CK കൃഷ്ണൻകുട്ടി, വാഴൂർ സോമൻ, K സലിംകുമാർ എന്നിവർ സംസാരിച്ചു. TR ശശിധരൻ, KC ആലീസ്, പ്രിൻസ് മാത്യു, PP ജോയി, VR പ്രമോദ്, VG വിജയൻ, KK രാജൻ എന്നിവർ വിവിധ സ്വീകരണ യോഗങ്ങളിൽ സംസാരിച്ചു. വൈകിട്ട് 6 മണിക്ക് ജാഥ തൊടുപുഴയിൽ എത്തിച്ചേർന്നു. വിവിധ യൂണിറ്റുകളുടെയും ബഹുജന സംഘടനകളുടെയും പ്രതിനിധികൾ ജാഥ ക്യാപ്റ്റൻ KK ശിവരാമൻ സ്വീകരണം നൽകി. ഇടവെട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന് BJP സ്ഥാനാർത്ഥിയായി ഗീത ചന്ദ്രശേഖരൻ പുത്തൻകരയിൽ നാമനിർദ്ദേശ പത്രിക നൽകി. ജില്ലാ വ്യവസായ ഓഫീസിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2ാം തവണയാണ് ഗീത ചന്ദ്രശേഖരൻ BJPയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ പത്മാവതി രഘുനാഥ് കൂറുമാറിയതിനെ തുടർന്നാണ് ഇടവെട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മങ്കൊമ്പ് കാവിലമ്മയുടെ ശ്രീമൂല സ്ഥാനത്ത് ആരാധനയ്ക്കും 10ാം ഉദയ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്കുമായി തൊടുപുഴയിൽ നിന്നും എത്തിയ വെള്ളാള സമുദായ അംഗങ്ങളെ തദ്ദേശവാസികളായ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ ആക്രമിക്കുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തതിൽ കേരള വെള്ളാള മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയനും മങ്കൊമ്പ് ശ്രീമൂലസ്ഥാന സംരക്ഷണ സമിതിയും പ്രതിഷേധിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മങ്കൊമ്പ് കാവിലമ്മയുടെ മൂലസ്ഥാനത്ത് ആരാധനയ്ക്കും 10ാം ഉദയ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്കുമായി കേരള വെള്ളാള മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി AN അയ്യൻ പിള്ള, KR ഹരിഹരകുമാർ, സുദീപ് കുമാർ, രാമകൃഷ്ണപിള്ള, KP രാജേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ 65,84,382 രൂപ വരവും അത്രയും രൂപ ചെലവും വരുന്ന ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് വത്സമ്മ എബ്രഹാമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2012-13 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഭരണസമിതിയുടെ അനുവാദത്തോടെ ഞാൻ അവതരിപ്പിക്കട്ടെ. വികസന പാതയിലൂടെയുള്ള പ്രയാണത്തിൽ അധികാര വികേന്ദ്രീകരണത്തിലൂടെ 11ാം പഞ്ചവത്സര പദ്ധതി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന വികസനത്തിനും പാർപ്പിടത്തിനും മുൻഗണന നൽകും. മലങ്കര, തൊമ്മൻകുത്ത്, മീനുളിയാർ, പൂമാല തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കും. 40 വർഷക്കാലമായി കൃഷി ചെയ്തും വീട് വെച്ചും താമസിച്ചു വരുന്ന ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന്റെ മുന്നൊരുക്കമായി വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിരോധനങ്ങൾ അവസാനിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി മാത്യു വർഗീസ് ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ മലയോര മേഖലകളായ മുണ്ടൻമുടി, കമ്പകക്കാനം, കള്ളിപ്പാറ, ബ്ലാത്തിക്കവല, നാരിൻകാനം തുടങ്ങിയ പ്രദേശങ്ങളിൽ 10-40 വർഷങ്ങളായി താമസിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർ AIYFിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. വിവിധ നേതാക്കൾ നേതൃത്വം നൽകി. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന്റെ തുടർച്ചയായുള്ള 2ാം മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന്റെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കാൻ ലക്ഷ്യമിട്ട് 2010 ഒക്ടോബറിലാണ് പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 4 നിലയുള്ള കെട്ടിടത്തിന് 3 കോടിയോളം രൂപയാണ് നിർമ്മാണ ചെലവ്. പുതിയ ബ്ലോക്കിൽ 16 ഓഫീസുകൾക്ക് പ്രവർത്തിക്കാം. ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശവും അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാരവും അർദ്ധ സഹസ്ര ദ്രവ്യ കലശാഭിഷേകത്തിന്റെയും ഭാഗമായി ഗുരു ഗണപതി പൂജാനന്തരം ആചാര്യവചരണം നടത്തി. ബ്രഹ്മശ്രീ അയ്യമ്പിള്ളി MG ധർമ്മൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോക പ്രശസ്തനായ ആർട്ടിസ്റ്റ്
ഗുരുജിയുടെ റെയിൽ ഇന്റർനാഷണൽ ആർട്ട് ഗാലറി വെള്ളിയാഴ്ച മുതൽ കുന്നത്തുപാറയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇവിടെ കുന്നത്തുപാറ അടുത്ത് ഒരു പെയിൻറ്റിങ് ആർട്സ് എക്സിബിഷനും പൗരാണിക കാലത്തെ നാണയങ്ങൾ, നോട്ടുകൾ. കുന്നത്തുപാറയിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആർ ജയശങ്കർ രാവിലെ 9-ന് ഉദ്ഘാടനം നിർവഹിക്കും. പൗരാണിക കാലഘട്ടം മുതലുള്ള നാണയങ്ങൾ, കറൻസികൾ, വാലുരുളി, കോൽവിളക്ക്, കിണ്ണം, മുത്തുകൾ, രത്നങ്ങൾ തുടങ്ങിയ അപൂർവ വസ്തുക്കളുടെ ശേഖരവും വലിയൊരു ലൈബ്രറിയും ഇവിടെ പ്രവർത്തിക്കുന്നു. ഗുരുജിയുടെ സ്വന്തം കലാസൃഷ്ടികളും ഇവിടെ പ്രദർശനത്തിനുണ്ടായിരിക്കും. പ്രസാദ് കൃഷ്ണൻ, അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടെൻഷൻ ഫ്രീ മെനോപോസ് ബോധവൽക്കരണവും ആയുർവേദ ചികിത്സാ പദ്ധതിയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. അനവധിയായ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും 40 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളതായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ വിരാമം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ പ്രസിഡന്റ് PB ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. DMO ഡോക്ടർ CS ലീല മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ കദളിക്കാടിന് സമീപം വാഹനം നിയന്ത്രണം വിട്ട് പാടത്തേക്ക് പാഞ്ഞു കയറി. തൃശൂർ എലൈറ്റ് ഓർക്കസ്ട്രയുടെ ടെമ്പോ ട്രാവലർ വാനാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നടയിൽക്കാവ് ക്ഷേത്രത്തിൽ കെട്ടുകാഴ്ചയ്ക്ക് ഒരുങ്ങുന്നു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തെക്ക് വടക്ക് ജില്ലകളിലെ ദേവീ ഭക്തരുടെ വിശ്വാസ പ്രതീകമായ കെട്ടുകാഴ്ച ആദ്യമായി ഇടുക്കിയിലും. വെങ്ങല്ലൂർ വിവേകാനന്ദ നഗറിലെ ഒരു കൂട്ടം യുവാക്കളാണ് മീനഭരണി നാളിൽ നടയിൽക്കാവ് ഭഗവതിക്ക് കെട്ടുകാഴ്ച ഒരുക്കുന്നത്. 13 അടിയോളം ഉയരമുള്ള 2 കാളക്കൂറ്റന്മാരെയാണ് ഇവർ ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിറവത്ത് UDFിനെ അനൂപ് ജേക്കബ് വിജയിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പെൻഷൻ പ്രായം ഉയർത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇടതുപക്ഷ യുവജന സംഘടനകൾ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ ഉപരോധിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ നേതൃത്വം നൽകിയ പ്രചരണ ജാഥ തൊടുപുഴയിൽ സമാപിച്ചു. മങ്കൊമ്പിൽ വെള്ളാള മഹാസഭ അംഗങ്ങളെ ആക്രമിച്ച് കള്ളക്കേസിൽ കുടുക്കിയതായി ആരോപണം. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് വത്സമ്മ എബ്രഹാം അവതരിപ്പിച്ചു. ടൂറിസത്തിന് മുൻഗണന. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കർഷക ദ്രോഹം അവസാനിപ്പിക്കണമെന്ന് കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി മാത്യു വർഗീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.